ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പ് 140-ാമത്തെ സന്ദേശം. സ്നേഹത്തിന് കഴിയുന്ന പോലെ അകലെ നിന്ന് അപകടം മണത്തറിയുവാൻ മറ്റൊന്നിനും സാധിക്കുകയില്ല. എപ്രകാരം അനാവരണം ചെയ്യണമെന്നും ആരുമായി ഇടപെടണമെന്നും അതിന് നന്നായി അറിയാം. സ്നേഹിക്കുന്ന ഒരു വ്യക്തി താൻ സ്നേഹിക്കുന്ന വ്യക്തിയോടുള്ള സംരക്ഷണ മനോഭാവത്തിലും അതുപോലെ തന്നെ ആ വ്യക്തിയെ പൊതിഞ്ഞു പിടിക്കുന്ന രീതിയിൽ ആ വ്യക്തിയുടെ സ്നേഹം ഒരു സംരക്ഷണ വലയം തീർക്കുന്നുണ്ട്. വളരെ പ്രത്യേകമായിട്ട് കുഞ്ഞു കുട്ടികളാണെങ്കിലും അമ്മമാർക്ക് എന്തെങ്കിലും ഒരു ചെറിയ അപകടം പറ്റുന്ന കാണുമ്പോൾ കുഞ്ഞു കുട്ടികൾ ആ അമ്മയെ ചേർത്ത് പിടിക്കും, നമ്മൾ കണ്ടിട്ടില്ലേ? നേരെ തിരിച്ചും അതുപോലെ തന്നെയാണ്. കുഞ്ഞിന് എന്തെങ്കിലും പറ്റുന്നത് മാറോട് അണയ്ക്കുന്ന അമ്മയുടെയും അപ്പൻ്റെയൊക്കെ സ്നേഹം നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് സ്നേഹം എപ്പോഴും സംരക്ഷണം നൽകുന്നതാണ്. സ്നേഹം എപ്പോഴും പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ദൈവം സ്നേഹമായിട്ട് ഈശോയായിട്ട് അവതരിച്ചപ്പോൾ, സ്നേഹത്തിൻ്റെ പൂർണ്ണത അവനിലൂടെ വെളിപ്പെട്ടപ്പോൾ, അവനോട് ഒന്നായി ചേരുന്ന ഒരു വ്യക്തി ആ സ്നേഹത്തിൽ തന്നെ ഒരു ശരണ മനോഭാവത്തിൽ ആഴപ്പെട്ട് കഴിയുമ്പോൾ ദൈവം അവന് എല്ലാമായി തീരുന്നു. കർത്താവ് അവൻ്റെ കവചമായി തീരുന്നു. കർത്താവ് അവൻ്റെ കോട്ടയായി തീരുന്നു. അവൻ്റെ കരവലയത്തിനുള്ളിൽ അവൻ തന്നെ സ്നേഹിക്കുന്നവനെ സംരക്ഷിക്കുകയാണ്. അതുകൊണ്ടാണ് തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നെന്ന് പറയുക. തിരുവൻ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നുണ്ട്: നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. നമ്മളുടെ ആത്മാവിനെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നയിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് തന്നെ ഈ സ്നേഹത്തിൻ്റെ അഭിഷേകം നമ്മളിൽ നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ സ്നേഹത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ഒരു അനുഭവമായിട്ടാണ് പരിശുദ്ധാത്മാവിലൂടെ നമ്മളെ നയിക്കുക. അതുകൊണ്ട് തന്നെ ഏത് അപകട സാഹചര്യവും, ഏത് പാപ സാഹചര്യവും, ഏത് ആത്മനാശത്തിൻ്റെ ഇടങ്ങളും ഒക്കെ മുൻകൂട്ടി ധാരണ നൽകുവാൻ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെയും ജീവിതത്തെ ഈശോയോടുള്ള സ്നേഹത്തിൽ ആഴപ്പെടട്ടെ. ഈശോയോടുള്ള സ്നേഹം ഒരു ശരണ മനോഭാവത്തിലേക്ക് ആഴപ്പെടട്ടെ. അവിടുത്തെ കാരുണ്യത്തിലുള്ള ശരണപ്പെടലായിട്ട് അത് തീരട്ടെ. കർത്താവ് എൻ്റെ പാനപാത്രവും എൻ്റെ ഭാഗതയുമായി തീരട്ടെ. കർത്താവ് എൻ്റെ കവചവും എൻ്റെ കോട്ടയുമായി തീരട്ടെ. കർത്താവ് എൻ്റെ സംരക്ഷണ വലയം ആയി തീരട്ടെ. കർത്താവ് എനിക്ക് ചുറ്റും അവിടുത്തെ കരങ്ങൾ കൊണ്ട് കോട്ട കെട്ടട്ടെ. ഈശോയെ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.